ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ചോദ്യമുനയിൽ. രണ്ടാം ദിനവും ദേവസ്വം ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ഇപ്പോഴും അറിയാനാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ. തീർച്ചയായും അജിം സാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ, അതായത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് നൽകിയിട്ടുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് തുടക്കം മുതലേ ഈ ആരോപണങ്ങളെ ഉണ്ണികൃഷ്ണൻ പോറ്റി തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഏതാണ്ട് വൈകിട്ട് 3:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 7 വരെ നീണ്ടു നിന്നിരുന്നു. വിശദമായ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതായത് സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ പണപ്പിരിവ്, ഈ സ്വർണ്ണപ്പാളി വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ച് പ്രചരണം നടത്തിയത്, വട്ടിപ്പലിശ ഇടപാട് നടത്തിയും ഇത്തരത്തിൽ ഭൂമി വാങ്ങിക്കൂട്ടിയ വിഷയത്തിലും, അതുപോലെ തന്നെ തലസ്ഥാനത്തുൾപ്പെടെ ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതും സംബന്ധിച്ച വിശദമായ വിവരത്തിലുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളുകയാണ് ഇന്നലെ വിജിലൻസിന് നൽകിയ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നിർദ്ദേശിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി രാവിലെ 9 മണിയോട് കൂടിയിട്ട് ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുള്ളതും. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മറ്റ് ആളുകളെയും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവൻ, അതുപോലെ തന്നെ മറ്റ് സ്പോൺസർമാരായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യൻ, അതുപോലെ തന്നെ രമേശ് എന്നിവരെയും ചോദ്യം ചെയ്തേക്കും. ഈ വിഷയത്തിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി, അതായത് തനിക്ക് ഈ വിഷയത്തിൽ പങ്കില്ല, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ കിട്ടിയത് ഇത്തരത്തിൽ ചെമ്പുതകിടായിരുന്നു, അത് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ കൈപ്പറ്റിയതാണ്. അതുപോലെ തന്നെ ഇത് താൻ മാത്രമല്ല, അതായത് ഈ സ്വർണം പൂശുന്നതിൽ മറ്റ് 3 പങ്കാളികളും അല്ലെങ്കിൽ മറ്റ് 3 സ്പോൺസർമാരും ഇതിലുണ്ടായിരുന്നു. അവർ കൂടി അവരുടെ കൂടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ സ്വർണം പൂശൽ നടത്തിയത്. അതുപോലെ തന്നെ ഏതാണ്ട് 15 ലക്ഷം രൂപ ചെലവായി. അത് താൻ ഉൾപ്പെടെയുള്ള ഈ 3 പേരും പങ്കിട്ടാണ് വഹിച്ചത് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഇവരെ, ബാക്കിയുള്ള ആളുകളെ കൂടി ഈ കാര്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യലിന് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് 1999 മുതലുള്ള ശബരിമലയിലെ ഇടപെടലുകൾ കൃത്യമായിട്ട് അന്വേഷിക്കണം. ദേവസ്വം ബോർഡിന്റെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ, ദേവസ്വം വിജിലൻസിന്റെ ചടുലമായ നീക്കങ്ങളൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരങ്ങൾ പുറത്തെത്തിച്ചത്. ഇപ്പോൾ ഈ രണ്ടാം ചോദ്യം ചെയ്യലിൽ ഉരുണ്ടുകൂടുന്ന ദുരൂഹതകൾ എന്താണ്? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ വലിയ രീതിയിൽ അതിനെ പ്രതിരോധിച്ചതും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാനുണ്ട് എന്ന തലത്തിലായിരുന്നു പ്രതികരണങ്ങൾ. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകും പറഞ്ഞ കാര്യങ്ങളിലെ കളവുകൾ, വസ്തുതാവിരുദ്ധമായ നീക്കങ്ങൾ ഒളിച്ചു വെക്കാനുണ്ടെന്ന്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കൂടുതൽ സ്വത്ത് വിവരങ്ങൾ, പലിശയ്ക്ക് നൽകിയതടക്കമുള്ള വിവരങ്ങളൊക്കെ വിജിലൻസിൻ്റെ രേഖകളിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വീണ്ടും പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് തുടരുന്ന ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി. അതായത് കൃത്യമായ മറുപടികൾ ചോദ്യങ്ങൾക്ക് നൽകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതായത് അന്വേഷണത്തെ വീണ്ടും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. സാരംഗ്, തീർച്ചയായും അജിംഷാദ്, ഇന്നലെ മൊഴി നൽകിയെങ്കിലും, അതായത് ഏറെ 4 മണിക്കൂറോളം പിന്നിട്ട് ഈ ചോദ്യം ചെയ്യൽ നടന്നു. അതിൽ വിശദമായ മൊഴി നൽകിയെങ്കിലും ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ തള്ളുന്ന നടപടിയിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം വിജിലൻസ് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതിൻ്റെ ആവശ്യകത കൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. എന്നാൽ അതിൻ്റെ പിന്നിലും ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണെന്നുള്ള വിവരങ്ങളാണ് പിന്നീട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകളിൽ വലിയ ദുരൂഹതകൾ ഉണ്ടെന്ന് തന്നെയും ഈ തുടക്കം മുതലുള്ള വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ വട്ടിപ്പലിശ ഇടപാടും, അതുപോലെ തന്നെ തലസ്ഥാനത്തുൾപ്പെടെ ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാട് നടത്തിയ സംഭവം പുറത്തു വരുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് വ്യക്തമായ തെളിവുകളും രേഖകളും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ദേവസ്വം ആസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ച് ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കിതിൽ പങ്കില്ലെന്നും, അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിൽ അത് കാണാതായത് ഇത്തരത്തിൽ ഈ സഹായിയായിട്ടുള്ള വാസുദേവന്റെ പക്കൽ നിന്നാണ് എന്നുള്ള വാദങ്ങളാണ് ഉയർത്തുന്നത്. അതായത് ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള തൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പകരം ഈ സഹായിയായിട്ടുള്ള വാസുദേവനെ കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു നടപടികൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാം ദിനത്തിലെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന വേളയിൽ മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങളൊക്കെ
ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആരാഞ്ഞോ? എന്തൊക്കെയാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൻ്റെ തുടർച്ചയായി രൂപപ്പെടുന്ന സംശയങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിച്ചോ? അദ്ദേഹം പ്രതികരിച്ചോ അതേ സംബന്ധിച്ച്? നിലവിൽ കാര്യമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതേസമയം ഇന്നലെ രാത്രി ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അതുപോലെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തുമെന്നും അതുപോലെ തന്നെ വിശദമായ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് രാവിലെ ഈ മാധ്യമങ്ങളെ മുന്നിൽ കാണുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. ഒഴിഞ്ഞു മാറുന്ന തരത്തിലുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അജിംഷാദ്. തീർച്ചയായും, കാരണം ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാം കൃത്യമായൊരു മറുപടിയിലേക്ക് എത്തുന്നില്ല. കാരണം ഈ തുടക്കത്തിൽ തന്നെ പീഠം ഒളിപ്പിച്ചു വെച്ചിട്ട് ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് പറയുന്നു. അത് സഹോദരിയുടെ വീട്ടിൽ അയാൾ തന്നെ കൊണ്ടുവച്ചതാണ്, അതും ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ. എന്നിട്ട് പീഠത്തെ സംബന്ധിച്ച് പരാതി നൽകുന്നു. യഥാർത്ഥത്തിൽ ആ പീഠം ശബരിമലയിലേതല്ല, അദ്ദേഹം തന്നെ ഉണ്ടാക്കുകയും അവിടെ കൊണ്ടുവെക്കുകയും അതിനുശേഷം കാപട്യം കാണിക്കുകയും ചെയ്തതാണ്. പിന്നീട് ജയറാമിനെ അടക്കം വിളിച്ച് പൂജ ചെയ്തത് കട്ടള വാതിൽപ്പടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സംഭവഗതികളുടെ തുടർച്ചയാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് മറച്ചു വെക്കാറുണ്ട്. ഇയാളുടെ സ്വത്തുവകകൾ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തടക്കം ഇയാൾക്കുള്ള സ്വത്തുവകകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളും ക്രമക്കേടുകളെയും സംബന്ധിച്ച് എത്തിച്ചേരാമെന്ന നിഗമനത്തിൽ കൂടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് നടത്തുന്നത്, അല്ലേ? ദേവസ്വം വിജിലൻസ്. തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ ഭൂമി ഇടപാടുകൾ, മറ്റ് പണപ്പിരിവ് നടത്തിയോ അല്ലെങ്കിൽ ശബരിമല കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തട്ടിപ്പുകൾ നടത്തിയോ എന്നതിലുൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങളാണ്, അല്ലെങ്കിൽ അക്കാര്യത്തിലുള്ള വിശദമായ ഒരു അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. ഈ വിവാദം ഉയർന്നു വന്ന സമയം മുതൽ തന്നെ വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ഭൂമി തട്ടിപ്പ്, അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആൾ അത്ര നിസ്സാരക്കാരനല്ല. അതായത് ഭൂമി ഇടപാടുകൾ ഉൾപ്പെടെ, അതായത് 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകളടക്കം നടത്തിയിട്ടുണ്ട്, വട്ടിപ്പലിശയ്ക്ക് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ ദുരൂഹ ഇടപെടലുകൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതും തുടർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ രേഖകൾ അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇക്കാര്യത്തിൽ വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്നത്തെ മൊഴി രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ നിലപാട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വൈകാതെ തന്നെ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അജിംഷാദ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂറുകളായി പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് അതേ സംബന്ധിച്ച് അറിയാനാകുന്ന വിവരങ്ങൾ? തരംഗ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. അജിംഷാദ്, ഏതാണ്ട് 9 മണിക്കാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും ചോദ്യം ചെയ്യലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറായിട്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സാരംഗ്, ഈ വിഷയത്തിൽ ഇനി തെളിയാനുള്ള ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച ചിലരും ഉണ്ടാകാം. ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂണ്ടിക്കാട്ടുന്നവരല്ല, പക്ഷേ ഇതിൽ പ്രധാന റോള് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണുള്ളത് എന്ന് വ്യക്തമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. കാരണം അടിമുടി കാപട്യം നിറഞ്ഞ പ്രവർത്തികളും അതേ സംബന്ധിച്ചുള്ള ദുരൂഹതകളുമൊക്കെ അനുദിനം വർദ്ധിപ്പിക്കുന്ന ഇടപെടലുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഇതുവരെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഒരു പക്ഷേ മറ്റൊരു രീതിയിലേക്ക് പുരോഗമിക്കാനും അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനും ഒക്കെയുള്ള ശ്രമം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുണ്ടാകും. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതേ സംബന്ധിച്ച് നിർണായകമായ കാര്യങ്ങൾ അറിയാം, ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന കൃത്യമായ ബോധ്യം ഉണ്ട്. പക്ഷേ തെളിവുകളാണ് ഇനി ശേഖരിക്കപ്പെടാനുള്ളത്. ഒരുപക്ഷെ ഈ ഇന്നത്തെ ദിനത്തിലെ ചോദ്യം ചെയ്യലിലെയും കൂടുതൽ പ്രസക്തമാകുന്ന അതായിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ അറസ്റ്റിനുള്ള നീക്കവും ആരംഭിച്ചേക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഒരുപക്ഷെ അത്തരത്തിലുള്ള നടപടികളിലേക്കും വൈകാതെ കടക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദേവസ്വം വിജിലൻസ് നടത്തുന്ന സമഗ്രമായ അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന് ശേഷം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും. ഈ അന്തിമ റിപ്പോർട്ടിന് ശേഷം ഒരുപക്ഷെ ശക്തമായ നടപടികൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഇനി 3 പേരെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി വാസുദേവൻ, അതുപോലെ തന്നെ മറ്റ് സ്പോൺസർമാരായിട്ടുള്ള ആനന്ദ സുബ്രഹ്മണ്യൻ എന്നിവരെയും കൂടി ചോദ്യം ചെയ്യാനുണ്ട്. ഇവരെ കൂടി ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ കാര്യത്തിൽ ഒരു വിശദമായ വിവരം അല്ലെങ്കിൽ വ്യക്തത വരുത്താൻ കഴിയും, വിജിലൻസിന് വ്യക്തത വരുത്താൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എന്ത് തന്നെയായാലും ശക്തമായ തുടർ നടപടികൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്. തീർച്ചയായും.